ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ അനദർ ടെക് വീഡിയോ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ പബ്ജി എന്ന് പറയുന്ന ആ ഒരു ഗെയിം, അതിനെപ്പറ്റിയുള്ള ചെറിയൊരു ന്യൂസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ ടോപ്പിക്കിലോട്ട് പോകാം. അതായത് പബ്ജി എന്ന് പറയുന്ന ആ ഒരു ഗെയിം ഇപ്പോൾ വീണ്ടും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ന്യൂസ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് എന്ന് വരും എന്നുള്ള ചോദ്യം കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പബ്ജി ഇന്ത്യൻ വെർഷൻ്റെ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ പബ്ജി ഇന്ത്യൻ വെർഷൻ പ്ലേ സ്റ്റോറിൽ വരുന്നതായിരിക്കും. പബ്ജി ഗെയിം കളിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന വാർത്തയായിരിക്കും ഇത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി മെയിൻ ടോപ്പിക്കിലോട്ട് പോകാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരാൻ പോകുന്നു. ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുകയാണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പോൾ ആ ഒരു ഫീച്ചർ ബീറ്റ വെർഷൻ അല്ല, എല്ലാ ഒഫീഷ്യൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് എങ്ങനെയാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നതെന്നും ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതും എന്താണ് ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നും പറഞ്ഞുതരാം ഗൈസ് ഈ വീഡിയോ കൂടെ. ഓക്കെ, നമുക്ക് വീഡിയോ കിടക്കാം. നമ്മൾ ആർക്കാണോ ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജ് സെറ്റ് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത് അവരുടെ ആ ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അവരുടെ ആ നെയിമിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ആ നോർമൽ അവരുടെ ആ ഒരു പ്രൊഫൈൽ പോലെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയ ഒരു ഫീച്ചർ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് കാണിക്കുന്ന ആ ഒരു പുതിയൊരു ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ആ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നുള്ള ഒരു ഡീറ്റെയിൽ. അതായത് നിങ്ങളൊരു മെസ്സേജ് ആർക്കെങ്കിലും അയക്കുക, അതായത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ആർക്കെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിന് ശേഷം ആ ഒരു മെസ്സേജ് തന്നെത്താനെ ക്ലിയർ ആയി പോകുന്നതായിരിക്കും. അതായത് തന്നെത്താനെ എറേസ് ആകുന്നതായിരിക്കും. ഇതാണ് ആ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജും 7 ദിവസത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആകുന്നതായിരിക്കും. അത് ശ്രദ്ധിച്ചുകൊള്ളുക. അതേപോലെ തന്നെ നിങ്ങൾ ആർക്കാണോ ഈ ഒരു 7 ദിവസത്തിന് ശേഷം ഈ മെസ്സേജ് ക്ലിയർ ആകണമെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് സെപ്പറേറ്റ് അവരുടെ ഹെഡ് പോയിട്ട് വേണം, അതായത് അവരുടെ പ്രൊഫൈലിൽ പോയിട്ട് വേണം ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജ് എനേബിൾ ചെയ്യേണ്ടത്. അല്ലാതെ പൊതുവായിട്ടുള്ളൊരു ഓപ്ഷൻ വാട്സപ്പിൽ നമുക്ക് തന്നിട്ടില്ല. അതുപോലെ ഗ്രൂപ്പ് ആകുമ്പോൾ ഗ്രൂപ്പിൻ്റെ മെയിൻ പ്രൊഫൈലിൽ പോയിട്ട് വേണം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, ഈ സംഭവം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ആൻഡ്രോപിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുതിയ ടെക് വീഡിയോകളുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.